നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ചാർജ്, അത് ബിഫോർ കെമിക്കൽ റിയാക്ഷനും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? 2, 8, 1 അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു? 11. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണല്ലോ, 11 തന്നെ. എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നോ സോഡിയത്തിന്? ചാർജ് ഒന്നുമില്ല. ഇനി ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? 2, 8. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായി? ഒരു ഇലക്ട്രോൺ കുറഞ്ഞു അല്ലേ, ഒരാളെ കൊടുത്തു. അപ്പോൾ എത്രയായി? 10 ആയി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയായി? സെയിം ആണല്ലോ, 10 ആയി. പിന്നെ ഇവിടെ നമ്മുടെ സോഡിയത്തിന് എന്ത് ചാർജാണ് കിട്ടിയത്? ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞപ്പം ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ 281 നിന്ന് 28 ആയി, 11 നിന്ന് 10 ആയി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തായി? 11 നിന്ന് 10 ആയി. ഇവിടെ എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ എന്ത് ചാർജ് കിട്ടി? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. ഇനി ക്ലോറിൻ്റെ കേസിലോ 2, 8, 7 എന്തായിരുന്നു ക്ലോറിൻ്റെ അവസ്ഥ? 2, 8, 7 ആയിട്ട് നിൽക്കുമായിരുന്നു. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു? 17. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയായിരുന്നു? 17. എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നോ? ക്ലോറിന് ചാർജ് ഒന്നുമില്ല. അതേസമയം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? 2, 8, 8 ഈ രീതിയിലായില്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായി? 18. നമ്പർ ഓഫ് പ്രോട്ടോൺസോ 18. എന്ത് ചാർജാണ് ക്ലോറിന് കിട്ടിയത്? നെഗറ്റീവ് ചാർജ്. ഇനി ഇവിടെ സോഡിയം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തും ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തും സോഡിയം ക്ലോറൈഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ടായി. അപ്പോൾ എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, ഒരാൾ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചു. ആ രീതിയിലുള്ള ട്രാൻസ്ഫർ, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ് നടന്നത്. അല്ലാതെ എന്താണ് ഇലക്ട്രോൺസിനെ പകുതി കൊടുത്തു പകുതി മേടിച്ചു അങ്ങനെയുള്ള രീതിയിൽ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു, ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചു. അങ്ങനെയുള്ള ബോൺസിനെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിൽ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ആറ്റത്തിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടും എങ്ങനെയാവും? സ്റ്റേബിളാകും. ആറ്റംസ് സ്റ്റേബിളാകും. അങ്ങനെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തും അക്സെപ്റ്റ് ചെയ്തും ഉള്ള രീതിയിൽ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബോണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണിക് ബോണ്ട്സ്. അയോണിക് ബോണ്ട് എന്ന് പറയേണ്ടത്. അപ്പോൾ ഈ അയോണിക് ബോണ്ടിൽ ആ അയൺസിനെ അവിടെ പിടിച്ചു നിർത്തുന്ന, അങ്ങ് ജോയിൻ ചെയ്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസിനെ അവിടെ എന്ത് ചെയ്തേക്കുന്നത്? അട്രാക്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അയണിക് ബോണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ വഴി അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ ആ ഇലക്ട്രോൺസ് ആ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയിട്ടാണ്. എങ്ങനെ? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നതുകൊണ്ടാണ് അവരെങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കേസാണ് നമ്മുടെ ഏത്? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്? അയോണിക് ബോണ്ട്. ഏത് ടൈപ്പ് ബോണ്ടാണ്? അയോണിക് ബോണ്ടാണ് നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ ഫോം ചെയ്യുന്നത്. അടുത്തത് നമുക്കൊരു മഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജനും കൂടി നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ നമുക്കറിയാം എത്രയാണ്? 2, 8, 2 അല്ലേ? 12 ആണല്ലോ നമ്മുടെ മഗ്നീഷ്യം. ഓക്സിജൻ ആണെങ്കിലോ 2, 6, 8. അപ്പോൾ 2, 6 നമ്മുടെ ഓക്സിജൻ. അപ്പോൾ നമുക്കത് ഇനി ഞാൻ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റത്തെ ഷെല്ല് മാത്രം ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം മഗ്നീഷ്യത്തിൻ്റെ ആ ഷെല്ല് വരയ്ക്കുന്നില്ല, ജസ്റ്റ് അതിന് 2 ഇലക്ട്രോൺ
മഗ്നീഷ്യത്തിൻ്റെ 2 ഇലക്ട്രോൺ. ഏറ്റവും പുറമത്തെ ഷെല്ല് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ മഗ്നീഷ്യത്തിൻ്റെ 2 ഇലക്ട്രോൺ. പ്ലസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? നമ്മുടെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജൻ്റെ ഷെല്ലിൽ എത്രയാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുക ഒരു പെയർ ഇലക്ട്രോൺ 1 2 3. ഓക്സിജൻ്റെ പുറമത്തെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ ഞാൻ വരയ്ക്കുകയാണ് 1 2 3 4 5 6. അപ്പോൾ 2 8 2 2 8 2 2 6. 2 6 ആണല്ലോ. അപ്പോൾ ഇവിടെ മഗ്നീഷ്യവും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ 2 ഇലക്ട്രോൺ എഴുതിയേക്കുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നത്തെ 2 ഷെല്ലും റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് 2 എന്ന് കൊടുത്തേക്കുന്നത്, ഇവിടെ 6 എന്നും കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മഗ്നീഷ്യത്തിന് 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് മഗ്നീഷ്യത്തിനുള്ള ഓപ്ഷൻ? എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ 6 ഇലക്ട്രോണിനെ മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 ഇലക്ട്രോണിനെ കൊടുക്കാം. ഇവിടെ ഓക്സിജൻ്റെ കേസിലോ ഓക്സിജൻ വേണമെങ്കിൽ 6 ഇലക്ട്രോണിനെ കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ മേടിക്കുക. എപ്പോഴും എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ? മഗ്നീഷ്യം എപ്പോഴും 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനും ഓക്സിജൻ ആണെങ്കിൽ ആ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മഗ്നീഷ്യം ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ മഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നോക്കിക്കോ, മഗ്നീഷ്യം എന്ത് സംഭവിക്കും? മഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും പുറമത്തെ ഷെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇലക്ട്രോൺസ് കാണുമോ? ഇല്ല. അപ്പം നമുക്ക് മഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെ ഓക്സിജന് കൊടുക്കും? 2 ഇലക്ട്രോണിനെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2+. മനസ്സിലായോ? മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ നമ്മുടെ ഓക്സിജന് കൊടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടി? 2+. നമ്മുടെ ഓക്സിജൻ്റെ കേസിലാണെങ്കിലോ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും? 1 2 3 4 5 6 7 8. എത്ര ഇലക്ട്രോൺസ് ആയി? 8 ഇലക്ട്രോൺസ് ആയി അല്ലേ? 8 ഇലക്ട്രോൺസ് ആയി. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയാ? 2 ഇലക്ട്രോണിനെ മേടിച്ച് കഴിയുമ്പോൾ എന്താ ചാർജ്? 2 നെഗറ്റീവ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസിൽ മഗ്നീഷ്യം ലാസ്റ്റുള്ള 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? നമ്മുടെ ഓക്സിജന് കൊടുക്കൂ അല്ലേ? ഓക്സിജന് കൊടുത്തു കഴിയുമ്പോൾ അതിന് എന്ത് ചാർജ് കിട്ടും? 2+ കിട്ടും. ഓക്സിജനായി 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ Mg2+ഉം O2-. എന്ത് കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇവിടെ ഞാൻ ലാസ്റ്റ് ഷെല്ല് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. കോമ്പൗണ്ടിൻ്റെ കേസിൽ ഇവിടെ എലിമെൻറ്റ്സ് എഴുതിയപ്പോഴും എങ്ങനെയാണ്? ലാസ്റ്റ് ഷെല്ല് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ് സംഭവിക്കുന്നത് അല്ലേ? ഇലക്ട്രോണിനെ ഒരാൾ കൊടുക്കുന്നു, ആ ഇലക്ട്രോണിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? മേടിക്കുന്നു. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്? അയോണിക് ബോണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടാണ്? അയോണിക് ബോണ്ട്.